പൂർവകാല പ്രവാചകന്മാരുടെ പ്രബോധന ചരിത്രങ്ങളും ഫറോവമാരുടെ നിർമ്മാണ വിസ്മയങ്ങളും നൈൽ നദിയുടെ കളാരവങ്ങളും കേട്ട് ചരിത്രസ്മൃതിയുടെ നീലവിഹസിൽ നിസ്തുലാത്ഭുതങ്ങൾ ഉറങ്ങുന്ന പുണ്യഭൂമി മിസോ അഥവാ ഈജിപ്ത്. ആ പുണ്യരാജ്യത്തു നിന്നും അധ്യാത്മ പ്രപഞ്ചത്തിന്റെ ആഴങ്ങൾ തേടി ഭാരതഭൂമിയുടെ ഹരിതാപ തേജസ്സിലേക്ക് യാത്ര ചെയ്ത പുണ്യപുരുഷൻ മഹാനായ സൂഫി ഷഹീദ് റളിയല്ലാഹു അൻഹു. മുത്ത് റസൂലിന്റെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്ത് അവിടുത്തെ ആത്മീയ നിർദ്ദേശപ്രകാരം പ്രകൃതി ഭംഗിയുടെ സ്വന്തം നാടായ കുടകിൽ വന്നെത്തി. സുദീർഘമായ പ്രബോധന യാത്രയ്ക്ക് ശേഷം സത്യദീനിനു വേണ്ടി രക്തം ചിന്തി ഷഹീദായ മഹാനായ സൂഫി ഷഹീദിന്റെ മഷ്ഹദ കാണാനെത്തുന്ന ജനലക്ഷങ്ങളോട് പ്രത്യേകമായൊരു അഭ്യർത്ഥന. സ്ത്രീകൾക്ക് മഹാനവറുകളുടെ മഖാമിലേക്ക് പ്രവേശനം ഇല്ല. സൂഫി ഷഹീദിന്റെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന യമനിലെ ഹളർമൌത്തിൽ നിന്നെത്തിയ മഹാനായ സയ്യിദ് ഹസൻ സഖാഫ് തങ്ങൾ അവറുകളുടെ മഖാമ് വരെ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കുമെങ്കിലും ഇസ്ലാമിക വേഷവിധാനങ്ങളും ചിട്ടയും പൂർണ്ണമായും പാലിച്ചിരിക്കണം.